രാജീവ് ചന്ദ്രശേഖറിന് താഴെയുള്ള ചില BJP നേതാക്കൾ തങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. NDAയിൽ നിന്ന് അവഹേളനം മാത്രമാണ് ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റുകൾ ആവശ്യപ്പെടുമെന്നും പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ കടുത്ത തീരുമാനമെടുക്കുമെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇവിടെ നിലവിലെ ഇരിക്കുന്ന പ്രസിഡന്റ് ഒഴിച്ച് നേതൃത്വത്തിൽ ഇരിക്കുന്ന പല ആളുകളും കാമരാജ് കോൺഗ്രസിനെ ചവിട്ടിത്താക്കുന്നവരാണെന്നുള്ള അഭിപ്രായമാണ് ഇവിടെ എല്ലാവരും അഭിപ്രായം പറഞ്ഞത്. പാർട്ടി വളർന്നു വന്നാൽ 2 or 3 സീറ്റ് ഒരു പക്ഷേ നമുക്ക് തരേണ്ടി വരും. അത് ചില ആളുകൾക്ക് നഷ്ടമാണ് എന്നുള്ള തോന്നലിൽ നമ്മൾ ഒതുക്കാനുള്ള പരിശ്രമം നടത്തുന്നു. അങ്ങനെയൊന്നും ഒതുങ്ങുന്ന പ്രസ്ഥാനമായിരിക്കില്ല കാമരാജ് കോൺഗ്രസ്. അവഹേളനം മാത്രം തന്നെയാണ് അതിൽ നിന്നുണ്ടാവുന്നത്. അത് പരിഹരിക്കാൻ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാവൂ. അതിൽ സംശയമൊന്നും വേണ്ട. ഗുരുവായൂർ നിയമസഭാ സീറ്റ് ലീഗിൽ നിന്ന് ഏറ്റെടുത്ത് കെ മുരളീധരനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിൽ ചർച്ചകൾ സജീവം. ഗുരുവായൂരിൽ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വേണമെന്നാണ് ആഗ്രഹിക്കുന്നതായി DCC പ്രസിഡന്റ് വ്യക്തമാക്കി. മത്സരിക്കാനില്ല എന്നും തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകാനാണ് താൽപര്യമെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. ലീഗുമായി പട്ടാമ്പി സീറ്റ് വെച്ചുമാറാനാണ് ആലോചന. UDFന് ഏറെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരനെ ഇറക്കി ഗുരുവായൂർ പിടിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. കാലങ്ങളായി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വലിയ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഗുരുവായൂരിന് പകരം പട്ടാമ്പി സീറ്റ് ലീഗിന് നൽകാനാണ് ആലോചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും 7000-ലധികം വോട്ടിന്റെ ലീഡ് മുരളീധരന് ഗുരുവായൂരിൽ കിട്ടിയിരുന്നു. ഈ കണക്കുകളിലാണ് കോൺഗ്രസ് കണ്ണുവെക്കുന്നത്. കെ മുരളീധരന്റെ പ്രതികരണം ഇങ്ങനെ: ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. മത്സരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ബാക്കിയെല്ലാം പാർട്ടി പറയുന്ന പോലെ അനുസരിക്കും. മുരളീധരൻ രംഗത്തിറങ്ങാനുള്ള സാധ്യത DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും തള്ളുന്നില്ല. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ആഗ്രഹം KPCCയെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് കൈ ചിഹ്നത്തിൽ ആര് വന്നാലും അത് ജയിക്കാൻ പറ്റുന്നുള്ള വിശ്വാസമാണ്. കോൺഗ്രസിലെ ആലോചനകളെ പാടെ തള്ളുകയാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം. കാലങ്ങളായി മത്സരിക്കുന്ന സീറ്റ് വിട്ടുകൊടുക്കാനാവില്ല എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. സീറ്റുമായി ബന്ധപ്പെട്ട് മറ്റ് ചർച്ചകളൊന്നുമില്ല. 100% UDFന്റെ ഭാഗമായി ഗുരുവായൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും. കെ മുരളീധരൻ തൃശൂരിലെ മറ്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിനെയും ലീഗ് സ്വാഗതം ചെയ്യുന്നുണ്ട്. 2006 മുതൽ ഇടതുപക്ഷമാണ് ഗുരുവായൂരിൽ ജയിച്ചു കയറുന്നത്. ഇത്തവണ പോരാട്ടം കടുക്കുമെന്ന് ഉറപ്പിക്കുന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1. ലീഗിന്റെ ഗുരുവായൂർ സീറ്റ് ഏറ്റെടുത്ത് കെ മുരളീധരന് നൽകുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന ചർച്ചയോ നടന്നിട്ടില്ല. മുസ്ലിം ലീഗുമായി ഉഭയകക്ഷി ചർച്ച തുടങ്ങുന്നതേയുള്ളൂവെന്നും സതീശൻ. അതൊക്കെ വെറുതെ ഉള്ള റൂമേഴ്സാണ്. ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാ ഘടകകക്ഷികളുമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ചർച്ച തുടങ്ങിയിട്ടില്ല. അതെങ്കിലും ഞാൻ പറയാറുണ്ട് എപ്പോഴും, അതെങ്കിലും ഞങ്ങളെ കൊണ്ടൊന്ന് നടത്തിക്ക്. ഇല്ലെന്ന് അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന്. ഞങ്ങൾ ഇന്നലെ UDF യോഗത്തിലാണ് ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ആണ് അതിന് മുൻകൈ എടുക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച, കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികളായിട്ടുള്ള ചർച്ച ഞങ്ങൾ ആരംഭിക്കുന്നില്ല. എൻ്റെ ഡേറ്റ് പോലും ഞങ്ങൾ ഇന്നും നാളെയായിട്ട് ഫിക്സ് ചെയ്യുള്ളൂ. PV അൻവറിനെ സ്വാഗതം ചെയ്ത് പട്ടാമ്പിയിലും ഫ്ലക്സ് ബോർഡുകൾ. പിണറായി ശ്രമം അവസാനിപ്പിക്കാൻ പട്ടാമ്പിയുടെ മണ്ണിലേക്ക് PV അൻവറിന് സ്വാഗതമെന്നാണ് ഫ്ലക്സ് ബോർഡിലുള്ളത്. സാജിദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, ഈ ഫ്ലക്സ് ബോർഡ് ആരാണ് ആദ്യം കണ്ടത്? തൃണമൂൽ കോൺഗ്രസ്സുകാർ തന്നെ വെച്ചതാണോ? അതുമായി ബന്ധപ്പെട്ട വിവരമുണ്ടോ? ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന പേരും മറ്റും ഇല്ല. അതിൽ ഉള്ളത് പിണറായി ശ്രമം അവസാനിപ്പിക്കാൻ പട്ടാമ്പിയുടെ മണ്ണിലേക്ക് PV അൻവറിന് സ്വാഗതം എന്ന ഫ്ലക്സ് ബോർഡുകളാണ് ഉള്ളത്. നമുക്കറിയാം, ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പല മണ്ഡലങ്ങളിലും ഈ അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. പട്ടാമ്പി എന്നത് UDFന് ഒരുപാട് സാധ്യതയുള്ള നിയോജക മണ്ഡലം കൂടിയാണ്. നേരത്തെ കോൺഗ്രസ് തുടർച്ചയായി ജയിച്ചു വന്നിരുന്ന ഒരു മണ്ഡലമാണ്. പിന്നീട് കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി മുഹമ്മദ് മുഹ്സിനാണ് അവിടെ
വന്ന് വിജയിക്കുന്നത്. ഇത്തവണ UDF വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗ് തങ്ങൾക്ക് അധികമായി വേണം എന്നാവശ്യപ്പെടുന്ന, ഇല്ലെങ്കിൽ ഈ കോങ്ങാടിന് പകരമായി ആവശ്യപ്പെടുന്ന മണ്ഡലമാണ് പട്ടാമ്പി. കോൺഗ്രസിലെ പല നേതാക്കളും അവിടെ മത്സരിക്കാൻ സാധ്യത തേടുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസും ലീഗും ഒരുപോലെ ഈ തങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് പട്ടാമ്പി. അവിടെയാണ് PV അൻവറിനോട് കൂടി സീറ്റ് വേണമെന്നുള്ള തരത്തിലുള്ള അവകാശവാദവുമായി ഇപ്പോൾ ഫ്ലക്സുകൾ ഉയർന്നിരിക്കുന്നത്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. ഒട്ടനവധി വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്, അതിലേക്ക് വരാം ഇടവേള കഴിഞ്ഞ്. ഷോ ക്രെഡിറ്റ്സ് brought to you by ലക്സ്യോ, നല്ല ലക്ഷണമൊത്ത റൂഫിംഗ്. ഞങ്ങളുടെ സ്വന്തം ഫാക്ടറികളിൽ പ്രോസസ് ചെയ്യുന്ന ഇറ്റാലിയൻ മാർബിൾസ്, മർമർ ഇറ്റാലിയ, ഫറൂഖ് കാലിക്കറ്റ്. uselot.ai personality and career test, empowering career decision with artificial intelligence. നോട്ട് വാങ്ങുമ്പോൾ നേടൂ 50% വരെ ഡിസ്കൗണ്ടും എസ്പ്രസോ കാറും. ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നാണയങ്ങളും. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. Supra Pacific Financial Services Limited, a BSE listed NBFC. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വെറും 5 മിനിറ്റ് കൊണ്ട് പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കാം. ബ്ലൂ ലൈൻസ് ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ നൗ. UGS നിങ്ങളുടെ ഏതു സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. പുതിയ ഹാർമണി ചിട്ടിയിൽ ഞാൻ വീട് വെച്ചത് KSF ചിട്ടിയുടെ ധൈര്യത്തിലല്ലേ. KSF, ഈ നാടിന്റെ ധൈര്യം. എന്റെ പാർട്ണറെ ഞാൻ കണ്ടെത്തിയത് ജോഡി ആപ്പിലൂടെയാണ്. ലേഡീസിന് അതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ജോഡി ആപ്പ് വഴി എനിക്ക് നല്ലൊരു ലൈഫ് പാർട്ണറെ കിട്ടി. ജോഡി ആപ്പ് ഇത് ഡിപ്ലോമ +2 10 അതിലും താഴെ വിദ്യാഭ്യാസമുള്ളവർക്ക് വേണ്ടിയുള്ള മികച്ച പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. മനു 899 രൂപയ്ക്ക് ഭാര്യയ്ക്കൊരു സാരി വാങ്ങി. അപ്പൊ 3 സാരി വാങ്ങിയാൽ എത്ര രൂപയാകും? 899. അതെങ്ങനെ? ടീച്ചറെ, കല്യാൺ സിൽക്സിൽ ഇപ്പോ 3-in-1 കോംബോ ഓഫർ ഉണ്ട്. അപ്പോ ഒരു ഡ്രസ്സിന്റെ വിലക്ക് 3 എണ്ണം കിട്ടും. 1 2 3 സ്റ്റൈലിഷ് സാരി കോംബോ, മെൻസ് വെയറുകളുടെ സ്മാർട്ട് കോംബോ, കിഡ്സ് വെയറുകളുടെ ക്യൂട്ട് കോംബോ, 20 ലേഡീസ് വെയർ കോംബോ. കല്യാൺ സിൽക്സ് 3-in-1 കോംബോ ഓഫർ ഇപ്പോൾ 3 ഇരട്ടി ലാഭം. വീണ്ടും വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. കൊച്ചി മേയർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ അനിശ്ചിതത്വം. ഷൈനി മാത്യുവിനാണ് കൂടുതൽ കൗൺസിലർമാരുടെയും പിന്തുണയെന്നാണ് സൂചന. ദീപ്തി മേരി വർഗീസ് സമ്മർദ്ദം ശക്തമാക്കുകയും നേതാക്കൾ ചേരിതിരികുകയും ചെയ്തതോടെ സമവായകം വൈകുകയാണ്. ഷൈനി മാത്യു, ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ എന്നിവരെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. KC വേണുഗോപാൽ പക്ഷക്കാരിയും KPCC ജനറൽ സെക്രട്ടറിയുമായ ദീപ്തി മേരി വർഗീസ് പാർട്ടി സീനിയോറിറ്റി എന്ന സാധ്യത വെച്ച് ശക്തമായ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. എന്നാൽ ലത്തീൻ സഭയുടെ പിന്തുണയുള്ള ഷൈനി മാത്യുവിനെ അവഗണിച്ച് തീരുമാനമെടുക്കാനാകാത്ത സ്ഥിതിയുമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും VK മിനിമോൾ അല്ലെങ്കിൽ ഷൈനി മാത്യു എന്ന നിലപാടിലാണെന്നാണ് വിവരം. ലത്തീൻ സഭയുടെ താൽപര്യത്തിനെതിരെ ദീപ്തി മേരി വർഗീസിനായി നിലകൊള്ളേണ്ടതില്ല എന്ന നിലപാടാണ് KC വേണുഗോപാലിനുള്ളത്. 5 വർഷവും മേയർ പദവി വേണമെന്ന നിലപാടിൽ നിന്നും ദീപ്തി ഇതോടെ അയഞ്ഞു. അങ്ങനെയെങ്കിൽ പദവി പങ്കുവെക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ന് വൈകിട്ട് ചേരുന്ന DCC കോർ കമ്മിറ്റി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ലത്തീൻ സഭയെ പിണക്കാതെയും പാർട്ടിയിൽ ഭിന്നിപ്പൊഴിവാക്കിയും തീരുമാനമെടുക്കുക എന്ന വെല്ലുവിളിയാണ് DCCക്ക് മുന്നിലുള്ളത്. മീഡിയ 1 കൊച്ചി. MK ഷുക്കൂർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷുക്കൂർ, ഈ മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള ആ അനിശ്ചിതത്വം ഇപ്പോഴും കോൺഗ്രസിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് നേതാക്കൾക്ക് മേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം ദീപ്തി മേരി വർഗീസ് ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയും വലിയ തരത്തിലുള്ള സമവായത്തിലേക്ക് എത്താൻ നേതാക്കൾക്കാർക്കും ആയിട്ടില്ല. ഇന്ന് ഒരു തീരുമാനത്തിലെത്താനുള്ള സാധ്യതയുണ്ടോ? അജി, ഇന്നത്തെ കോർ കമ്മിറ്റി ആ അർത്ഥത്തിൽ വളരെ പ്രധാനമാണ്. ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ ആരായിരിക്കും മേയർ എന്ന കാര്യത്തിൽ ഏകദേശ ധാരണയെങ്കിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ നാളെ എന്തായാലും തീരുമാനമുണ്ടാകുമെന്ന് നേതാക്കൾ ഉറപ്പ് പറയുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് കോർപ്പറേഷനിലെ കോൺഗ്രസിൻ്റെ പാർലമെന്ററി
ഈ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. അത് DCCയിലാണ് ചേർന്നത്. അതിനകത്ത് കോൺഗ്രസ് കൗൺസിലർമാരുടെ അഭിപ്രായം തേടാനാണ് നേതാക്കൾ ശ്രമിച്ചത്. അതിൽ ഭൂരിപക്ഷം പേരും ഷൈനി മാത്യു, VK മിനിമോൾ ഈ 2 പേരുകളാണ് പറഞ്ഞത് എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ഏറ്റവും പിറകിൽ മൂന്നാമതായാണ് ദീപ്തി മേരി വർഗീസിനുള്ള പിന്തുണ വന്നത്. അതുകൊണ്ട് തന്നെ ദീപ്തി മേരി വർഗീസിൻ്റെ ക്ലെയിം ദുർബലമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴുണ്ട്. അതേസമയം ദീപ്തി മേരി വർഗീസിൻ്റെ സീനിയോറിറ്റി പദവി അത് പരിഗണിക്കണമെന്നൊരു നിലപാട് പാർട്ടി നേതാക്കൾക്കിടയിൽ ശക്തമാണ്. KC വേണുഗോപാലിൻ്റെ അനുയായിയാണ് ഇവിടെ ദീപ്തി മേരി വർഗീസ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ ഈ വിഷയത്തിൽ ഇടപെടുമോ എന്നൊരു സംശയം തുടക്കം മുതലുണ്ടായിരുന്നു. KC വേണുഗോപാൽ ഇടപെട്ടാൽ ഒരുപക്ഷെ അത് ദീപ്തി മേരി വർഗീസിന് എളുപ്പത്തിൽ ആ പദവി ലഭിക്കാൻ കാരണമാകുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം KC വേണുഗോപാലിന് ഈ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യമില്ല. പ്രത്യേകിച്ച് ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ മേയറാകണമെന്ന് ആവശ്യപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ദീപ്തി മേരി വർഗീസിന് വേണ്ടി ഇടപെടുന്നത് പിന്നീട് പ്രശ്നങ്ങളുണ്ടാക്കുമെന്നൊരു വിലയിരുത്തൽ KC വേണുഗോപാലിനുള്ളതായാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇടപെടാത്ത സാഹചര്യത്തിൽ ദീപ്തിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം ദുർബലപ്പെടുകയാണ്. നിലവിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ DCC പ്രസിഡന്റും തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും എന്നൊരു തോന്നലാണ് നിലവിൽ ഇവിടെയുള്ളത്. ഇന്ന് വൈകുന്നേരം കോർ കമ്മിറ്റി യോഗം ചേരുമ്പോൾ അത് തന്നെയായിരിക്കും പ്രധാനമായി വരിക. ഷൈനി മാത്യു ആണോ VK മിനിമോളാണോ മേയറാകേണ്ടത് എന്നൊരു തീരുമാനമായിരിക്കും സ്വാഭാവികമായും ചർച്ചയ്ക്ക് വരിക. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഷൈനി മാത്യുവിനും മിനിമോൾക്കും കാര്യമായ പിന്തുണ ലഭിച്ച സാഹചര്യത്തിൽ ഇതിൽ 2 പേർ 6 എന്നൊരു തീരുമാനത്തിലേക്ക് പോകുമെന്നാണ് DCCയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ദീപ്തി മേരി വർഗീസിന് എന്ത് പദവി കൊടുക്കണം എന്ന കാര്യത്തിലുള്ള ഒരു ചർച്ച കൂടി ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരി, MK ഷുക്കൂറാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ UDF സ്വാധീന മേഖലയായ തീരദേശ വാർഡുകൾ വാർഡ് വിഭജനത്തിലൂടെ പടിപടിയായി വെട്ടിക്കുറച്ചു. 6 കോർപ്പറേഷൻ വാർഡുകൾ ഉണ്ടായിരുന്ന കുറ്റിച്ചിറ മുഗദാർ മേഖലയിൽ ഇപ്പോൾ വെറും 2 വാർഡുകൾ മാത്രം. കോർപ്പറേഷനിൽ UDF അംഗങ്ങളെ കുറയ്ക്കാൻ ഭരണസ്വാധീനം ഉപയോഗിച്ച് CPM നടത്തിയ നീക്കമാണിതെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം. തെക്കേപ്പുറം എന്നറിയപ്പെടുന്ന കുറ്റിച്ചിറ മുഗദാർ മേഖലയിൽ 2010 വരെ 6 കോർപ്പറേഷൻ വാർഡുകളാണ് ഉണ്ടായിരുന്നത്. 2 വാർഡ് വിഭജനം കഴിഞ്ഞതോടെ ഈ മേഖലയിലെ വാർഡുകളുടെ എണ്ണം 2ആയി ചുരുങ്ങി. കുറ്റിച്ചിറ, ചെമ്മങ്ങാട്, ചാപ്പയിൽ, മുഗദാർ, പള്ളിക്കണ്ടി, കുണ്ടുങ്ങൽ എന്നിവയായിരുന്നു 2010 വരെ തെക്കേപ്പുറത്തുണ്ടായിരുന്ന വാർഡുകൾ. ഭൂരിഭാഗവും UDF നിലനിർത്തുന്ന വാർഡുകൾ. 2010 വാർഡ് വിഭജനത്തിൽ ഈ പ്രദേശത്തെ 4 വാർഡുകളിലേക്ക് ചുരുക്കി. കുറ്റിച്ചിറ, മുഗദാർ, വലിയങ്ങാടി വാർഡുകൾ കൂടാതെ ചില ഭാഗങ്ങൾ ചാലപ്പുറം വാർഡിലും ഉൾപ്പെടുത്തി. ഇത്തവണത്തെ പുനഃസംഘടന കൂടി കഴിഞ്ഞതോടെ ഈ പ്രദേശത്തെ വാർഡുകൾ കുറ്റിച്ചിറയും മുഗദാറും മാത്രമായി മാറി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തിയ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിലൂടെ കോർപ്പറേഷനിലെ ഏറ്റവും ജനസംഖ്യയുള്ള വാർഡുകളായി ഇവ മാറി. മുഗദാറിൽ 10,000-ലധികവും കുറ്റിച്ചിറയിൽ 10,000-തോളവും വോട്ടർമാരുണ്ട്. 3,000-ൽ താഴെ വോട്ടർമാരുള്ള വാർഡുകളുള്ള കോർപ്പറേഷനിലാണ് ഇതെന്നതും ശ്രദ്ധേയമാണ്. വാർഡുകൾ ഇല്ലാതാക്കി കോർപ്പറേഷനിലെ UDF പ്രാതിനിധ്യം കുറയ്ക്കാനാണ് CPM ശ്രമിച്ചതെന്ന വിമർശനം ശക്തമാണ്. ഇത് ബോധപൂർവം ആ പ്രദേശത്തെ അവഗണിക്കാനുള്ള ഒരു ഭരണകൂടത്തിന്റെ നിഗൂഢമായ താല്പര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വാർഡ് വലുതായതോടെ വികസന പ്രവർത്തനങ്ങളടക്കം മേഖലയ്ക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കാതെയായി. പ്ലാൻ ഫണ്ടും അതുപോലുള്ള മറ്റു ഫണ്ടുകളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ വാർഡുകളുടെ അടിസ്ഥാനത്തിലാണ് വിഭജിക്കപ്പെടുന്നത്. അത് ഇങ്ങനെ 2ആയി ചുരുങ്ങുമ്പോൾ വലിയ പ്രയാസം ആ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ വാർഡുകൾ വിഭജിക്കുന്നതെന്ന് കോർപ്പറേഷൻ അധികൃതർ വിശദീകരിക്കുന്നു. ഭാവി വാർഡ് വിഭജനത്തിലെങ്കിലും പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ വേണമെന്നാണ് ഈ മേഖലയിലെ ജനങ്ങളുടെ ആവശ്യം. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്. ഇനി എന്താ സ്വർണ്ണവില അറിയാം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ brought to you by Kavita Gold and Diamonds, the versatile jewelry. 22 ക്യാരറ്റിന്റെ വില പവന് 1,01,600 രൂപയാണ് വില. ഗ്രാമിന് 12,700, 18 ക്യാരറ്റിന് പവന് 84,200, ഗ്രാമിന് 10,525 വില. വെള്ളിയുടെ വിലയും കൂടിയിട്ടുണ്ട്. വെള്ളിയുടെ വില 220 രൂപയാണ്. ഇനി വാർത്തകൾ വളരെ വേഗത്തിൽ അറിയേണ്ട സമയമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫാസ്റ്റ് ന്യൂസ് കാണാം. അനീഷ പവാർ ചേരും. ബ്രേക്ക് കഴിഞ്ഞു.
ക്രെഡിറ്റ്സ് ബ്രോട്ട് യു ബൈ ലക്സ്യോ നല്ല ലക്ഷണമൊത്ത റൂഫിംഗ്. ഞങ്ങളുടെ സ്വന്തം ഫാക്ടറികളിൽ പ്രോസസ് ചെയ്യുന്ന ഇറ്റാലിയൻ മാർബിൾസ് മർമർ ഇറ്റാലിയ, ഫറൂഖ് കാലിക്കറ്റ്. uslot.ai പേഴ്സണാലിറ്റി ആൻഡ് കരിയർ ടെസ്റ്റ് എംപവറിംഗ് കരിയർ ഡിസിഷൻ വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നോൾട്ട വാങ്ങുമ്പോൾ നേടൂ 50% വരെ ഡിസ്കൗണ്ടും എസ്പ്രസോ കാറും ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നാണയങ്ങളും. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. Supra Pacific Financial Services Limited, a BSE listed NBFC. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വെറും 5 മിനിറ്റ് കൊണ്ട് പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കാം. ബ്ലൂ ലൈൻസ് ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ നൗ. UGS നിങ്ങളുടെ ഏതു സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. പുതിയ ഹാർമണി ചിട്ടിയിൽ ഞാൻ വീട് വെച്ചത് KSF ചിട്ടിയുടെ ധൈര്യത്തിലല്ലേ. KSF ഈ നാടിന്റെ ധൈര്യം. മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്തുവാൻ വേറ്റുനിക ദ മുസ്ലിം മാട്രിമോണിയൽ. എന്നാൽ നമുക്ക് ഇന്ത്യയുടെ മൂല്യങ്ങളെയും വൈറലാക്കാം. ഇന്ത്യയുടെ സ്വാദ് രുചിച്ചുകൊണ്ട്. ലക്ഷ്മി, ആഹാരം. മകനെ, അമ്മ എന്ന് പറയൂ. ആഹാരം വാരിത്തരുന്നവരെ നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നു. ഈ മൂല്യങ്ങൾ മറക്കുന്നില്ല, വൈറലാക്കുന്നതേയുള്ളൂ. ഇന്ത്യ ഗേറ്റ് ബാസ്മതി റൈസ്. വരൂ, ഇന്ത്യയുടെ സ്വാദ് രുചിക്കാം. ആടാനും പാടാനും കൂടാനും ചാടാനും പറ്റിയാൽ ചാടിക്കാനും കേരളത്തിന്റെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം എവിടെ? കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വയനാട് ടൂറിസവും ബോച്ചെ 1000 ഏക്കർ ലേബർ വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായി വയനാട്ടിലെ ബോച്ചെ 1000 ഏക്കറിൽ വെച്ച് ഡിസംബർ 23 മുതൽ ജനുവരി 4 വരെ ദിവസവും 4 മണി മുതൽ വയനാട് ടൂറിസം കാർണിവൽ നടത്തുന്നു. അപ്പൊ നമുക്ക് 31-ന് വേടനും ഗൗരി ലക്ഷ്മിക്കൊപ്പം അടിച്ചു പൊളിക്കാം. ഏർലി ബേർഡ്സ് ടിക്കറ്റുകൾ ഇപ്പോ ബുക്ക് മൈ ഷോയിൽ ലഭ്യമാണ്. കൂടാതെ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ ഏറ്റവും വലിയ പാപ്പാനിയ കത്തിക്കലും വെടിയും പുകയുമായി നമുക്കൊന്ന് അർമാദിക്കല്ലേ. The pace, the perfection, the urge to move on. Each step to victory. Media One Doha Run 2025. Run together, rise together. 3rd edition is all set to run successfully. Everything was fine. The rest was good. I appreciate it. Thank you so much to Media One. Get ready, Doha. We are turning the city into a track. Join the movement on December 26th at Al Bida Park. Your challenge starts now. Download the QSFA app and secure your entry before the clock runs out. Register now. Tea Time. Media One Run Doha Run 2025 3rd edition. Brought to you by Tea Time. Tea Time anytime. Powered by Play Buddy. Play the smart way. Medimix Ayurvedic. Safety training partner Enertech Qatar. Qatar's largest safety training center. Health partner Kim's Health Qatar. Care that feels like home. Race kit sponsor Parajone. You are not alone. Supported by Primax, Qatar's trusted name in car protection. Fragrance partner Ahmed Al Maghribi Perfumes. Hydration partner Amwaj Bottled Drinking Water. വാർത്തകൾ അതിവേഗം നോക്കാം. സ്വാഗതം ഫാസ്റ്റ് ന്യൂസിലേക്ക്. സ്വർണ്ണവില ലക്ഷം തൊട്ടു. പവന് 1,01,600 രൂപയായി. ഗ്രാമിന് ഇന്നത്തെ വില 12,700 രൂപയാണ്. ഈ വർഷം മാത്രം കൂടിയത് 44,400 രൂപ. അമേരിക്ക വെനസ്വേല ഭിന്നതയും റഷ്യ യുക്രൈൻ സമാധാന ശ്രമങ്ങൾ പാളിയതും വില കൂടാൻ കാരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര ബന്ധമുള്ള പുരാവസ്തു മോഷണ മാഫിയയുടെ ആരോപണം ശരിവെച്ച വ്യവസായിയുടെ മൊഴി. ശബരിമലയിൽ നിന്ന് 4 പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തി. ഇടനിലക്കാരനായത് തമിഴ്നാട് സ്വദേശി ഡി മണി. പണം കൈമാറിയത് 2020 ഒക്ടോബർ 26-ന്. SITക്ക് നിർണായക മൊഴി നൽകിയത് രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SITക്ക് മേൽ 2 മുതിർന്ന ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് നീക്കം നടത്തുന്നത്. ഹൈക്കോടതി നേരിട്ട് SITയെ അന്വേഷണം ഏൽപ്പിച്ചതുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെടാത്തത് എന്നും സതീശൻ. ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നവരാണ്. പിന്നെ ഞങ്ങളത് നിർബന്ധിക്കാതിരുന്ന കാരണം ഹൈക്കോടതി നേരിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആണ് ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്തത്.
ഞങ്ങളുടെ CBI അന്വേഷണത്തിൽ നിന്ന് ഞങ്ങൾ മാറിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനന്റെ 2 ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. ജാമ്യാപേക്ഷ അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി പരിഗണിക്കും. സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് ജനുവരി 22 വരെ കരട് പട്ടികയിന്മേൽ ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിക്കാം. ഫെബ്രുവരി 14 വരെ ഹിയറിംഗുകൾക്കും പരിശോധനകൾക്കും സമയമുണ്ടാകും. ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ ഇറങ്ങാൻ UDFും കോൺഗ്രസും. ജനുവരി ആദ്യം വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസ് ചിന്തൻ ശിബിരിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. UDF പ്രവേശനത്തിന് പിന്നാലെ ബേപ്പൂരിൽ PV അൻവറിനെ ക്ഷണിച്ച് ഫ്ലെക്സ് ബോർഡ്. എവിടെയും മത്സരിക്കാൻ തയ്യാറാണെന്ന് അൻവർ. പാലക്കാട് വാളയാറിലെ ആൾക്കൂട്ട കൊലയിൽ 2 പേർ കൂടി പിടിയിൽ. SIT സംഘം പിടികൂടിയത് വിനോദ്, ജഗദീഷ് എന്നിവരെ. ഇവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. വാളയാർ ആൾക്കൂട്ട കൊലയിൽ രാംനാരായണൻ ബാഘേലിന്റെ കുടുംബത്തിന് ഛത്തീസ്ഗഡ് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് കേരള സർക്കാരിനോട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി ആവശ്യപ്പെട്ടു. കുട്ടനാട്ടിലും കോട്ടയത്തും പക്ഷിപ്പനി. 8000-ഓളം താറാവുകൾ ചത്തു. കോട്ടയം നഗരസഭാ പരിധിയിൽ സ്വകാര്യ കോഴി ഫാമുകളിൽ രോഗം സ്ഥിരീകരിച്ചു. കാടപ്പക്ഷികളും ചത്തു. ക്രിസ്മസ് വിപണിയെ ബാധിക്കുമെന്ന ആശങ്കയിൽ കർഷകർ. കോഴിക്കോട് കോർപ്പറേഷനിൽ വാർഡ് വിഭജനത്തിൽ നടന്നത് വൻ അട്ടിമറി. UDF സ്വാധീന മേഖലയായ തീരദേശ വാർഡുകൾ വിഭജനത്തിലൂടെ പടിപടിയായി വെട്ടിക്കുറച്ചു. 6 വാർഡുകൾ ഉണ്ടായിരുന്ന കുറ്റിച്ചിറ മുഖത്താർ മേഖലയിൽ ഇപ്പോൾ വെറും 2 വാർഡ് മാത്രം. കോർപ്പറേഷനിൽ UDF കൌൺസിലർമാരെ കുറക്കാനുള്ള CPM നീക്കമെന്നും ശ്രീലീഗ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം ശക്തി പ്രാപിക്കുന്നു. മൂടൽമഞ്ഞ് ഗതാഗത സംവിധാനങ്ങളെ താറുമാറാക്കി. നോർത്തേൺ റെയിൽവേയുടെ ഭൂരിഭാഗം സർവീസുകളും താളം തെറ്റി. റോഡ് യാത്രക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. 27 വരെ അതിശൈത്യം തുടരുമെന്ന് മുന്നറിയിപ്പ്. കോട്ടയം പാലാ നഗരസഭാ ഭരണം സംബന്ധിച്ച് LDFും UDFുമായി ചർച്ചകൾ തുടർന്ന ബിനു പുളിക്കക്കണ്ടം. മന്ത്രി VN വാസവനുമായി പുളിക്കക്കണ്ടം കുടുംബം ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായി ഫോണിലും സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ചേർന്ന CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായി എന്ന് ജില്ലാ കമ്മിറ്റി. അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിക്കൊപ്പം എത്തിയത് ശരിയായില്ല എന്നും അംഗങ്ങൾ. കൊച്ചി മേയർ പദവിയെ ചൊല്ലി നേതാക്കൾക്കിടയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ഭൂരിപക്ഷം കൌൺസിലർമാരുടെയും പിന്തുണ ഷൈനി മാത്യുവിനെന്ന സൂചന. കൌൺസിലർമാരുടെ അഭിപ്രായം ഇന്ന് ചേർന്ന DCC കോർ കമ്മിറ്റി പരിഗണിക്കും. തീരുമാനം DCC തലത്തിൽ തന്നെ എടുക്കട്ടെ എന്ന നിലപാടിൽ KPCC. PV അൻവർ ബേപ്പൂർ സീറ്റിൽ മത്സരിക്കാൻ സാധ്യത. UDF പ്രവേശനത്തിന് പിന്നാലെ PV അൻവറിനെ സ്വാഗതം ചെയ്ത് ബേപ്പൂരിൽ ഫ്ലെക്സ് ബോർഡ്. UDF ആവശ്യപ്പെട്ടാൽ എവിടെ മത്സരിക്കാനും തയ്യാറാണെന്ന് PV അൻവർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ മത്സരിക്കുന്നുവെന്ന വാർത്ത തള്ളി K മുരളീധരൻ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് ആഗ്രഹം. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ജനുവരിയിൽ മാത്രമേ ആരംഭിക്കുകയുള്ളൂ എന്നും ബാക്കിയെല്ലാം പാർട്ടി പറയുന്നതനുസരിക്കുമെന്നും K മുരളീധരൻ. ഞാനൊരു ഗുരുവായൂരപ്പ ഭക്തനാണ്, അത് മാത്രമേ. മുന്നണി ചർച്ചകളൊക്കെ ജനുവരി ആദ്യ വാരത്തിൽ ആരംഭിച്ച് ജനുവരി മധ്യത്തോടുകൂടെ മാത്രമേ പൂർത്തിയാക്കൂ. അതല്ലാതെ ഒരു ചർച്ചയും നടക്കുന്നില്ല. എനിക്ക് ആഗ്രഹം ഈ ഇലക്ഷന് നേതൃത്വം കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ സീറ്റ് K മുരളീധരന് നൽകുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന ചർച്ചയെ നടന്നിട്ടില്ല. മുസ്ലിം ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ച തുടങ്ങുന്നതേയുള്ളൂ എന്നും സതീഷ്. അതൊക്കെ വെറുതെ ഉള്ള റൂമേഴ്സാണ്. ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാ ഘടകകക്ഷികളുമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ചർച്ച തുടങ്ങിയിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ താഴെയുള്ള ചില BJP നേതാക്കൾ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. NDAയിൽ നിന്ന് അവഹേളനം മാത്രമാണ് ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റുകൾ ആവശ്യപ്പെടുമെന്നും പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ കടുത്ത തീരുമാനമെടുക്കുമെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. എന്തായാലും നമ്മുടെ കാര്യങ്ങളിൽ ഒരു ചിറ്റമ്മ നയമാണ് ഇവിടെ നടക്കുന്നത്. കാമരാജ് കോൺഗ്രസ് രംഗത്ത് വരുമ്പോൾ മറ്റാൾക്കോ ഉറക്കം കെടുന്നു എന്നുള്ളത് മാറ്റി നിർത്തപ്പെടാൻ, തള്ളി മാറ്റാനുമുള്ള പരിശ്രമം ഇതിൽ നടക്കുന്നുണ്ട്. അത് തുറന്നു പറയേണ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ തുറന്നു പറയണത്. അത് ഏത് രീതിയിൽ എടുത്താലും അതിൽ ഒരു പരാതിയും നമുക്കില്ല. പാലക്കാട് പുതുശ്ശേരിയിൽ ക്രിസ്മസ് കരോൾ സംഘത്തെ ആക്രമിച്ച കേസിൽ കൂട്ടുപ്രതികൾക്കായി അന്വേഷണം ഊർജിതം. RSS പ്രവർത്തകൻ സംഘം ചേർന്ന് കരോൾ സംഘത്തെ മർദ്ദിക്കുകയായിരുന്നു. RSS പ്രവർത്തകൻ കണ്ടാളിത്തറ സ്വദേശി അശ്വിൻ രാജ് പിടിയിലായിരുന്നു.
കോഴിക്കോട് താമരശ്ശേരി ചുരം 6-ാം വളവിൽ ലോറി നിയന്ത്രണം വിട്ട് സംരക്ഷണ ഭിത്തി തകർത്തു. ചുരം വഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കണ്ണൂർ തലശ്ശേരിയിൽ തീരദേശ ഹൈവേക്ക് വേണ്ടി സ്ഥലം അളയ്ക്കാനെത്തിയ സർവേ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. പട്ടണ തൊഴിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. വ്യാപാരികളും തൊഴിലാളികളും മെയിൻ റോഡിൽ നിലയുറപ്പിച്ചതിന് പിന്നാലെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. കോട്ടയം കോരത്തോട് ശബരിമല തീർത്ഥാടകരുടെ കാറടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. മടുക്ക സ്വദേശി എബി തോമസ് ആണ് മരിച്ചത്. മുണ്ടക്കയം കോരത്തോട് റോഡിൽ മടുക്ക പാറമട ഭാഗത്ത് ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. മലപ്പുറം വാഴക്കാട് വട്ടപ്പാറയിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകനെ കാണാനില്ലെന്ന് പരാതി. അസം സ്വദേശി സജിത കാത്തൂരിന്റെ മകൻ സജറുളിനെയാണ് കാണാതായത്. വാഴക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് മണ്ണാർക്കാട് തത്തേങ്ങലത്ത് വീണ്ടും പുലി ഇറങ്ങി. രാത്രി തത്തേങ്ങലം അംഗൻവാടിക്ക് സമീപത്ത് താമസിക്കുന്ന ബിജുവിന്റെ വളർത്തുനായെ പുലി കൊന്നു. പ്രദേശത്ത് നിരന്തരം പുലിയെ കാണുന്നതിനാൽ ജനങ്ങൾ ഭീതിയിൽ. മലപ്പുറം വണ്ടൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. അമ്പലപ്പടിയിലെ ചന്ദ്രമതിയുടെ സ്വർണ്ണാഭരണങ്ങളാണ് 3-അംഗ സംഘം കവർന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ 3-അംഗ സംഘം വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി മുളകുപൊടി വിതറിയാണ് മോഷണം നടത്തിയത്.